ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. വളരെയധികം ടേസ്റ്റി ആയിട്ടുള്ള അതുപോലെ തന്നെ തയ്യാറാക്കാൻ വളരെ സിമ്പിളുമായിട്ടുള്ള ഒരു കോളിഫ്ലവർ ഫ്രൈയുടെ റെസിപ്പിയാണ്. നമ്മൾ ഇത് എണ്ണയിലൊന്നല്ല മുക്കി പൊരിച്ചെടുക്കാൻ പോകുന്നത്, നമ്മൾ എയർ ഫ്രയറിൽ വെച്ചിട്ടാണ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കുക. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു കോളിഫ്ലവർ എടുത്തിട്ടുണ്ട്. അതിനെ ഒന്ന് ചെറുതായി കട്ട് ചെയ്ത് ഒന്ന് നന്നായിട്ട് കഴുകി വാരി എടുത്തിട്ടുണ്ട്. അതിനുശേഷം ഒരു പാത്രത്തിൽ വെള്ളം തിളപ്പിക്കുക, അതിലേക്ക് അല്പം ഉപ്പിട്ട് കൊടുത്ത് അതൊന്ന് തിളച്ച് വന്ന് നമ്മൾ അതിലേക്ക് നമ്മളെ കോളിഫ്ലവറും കൂടി ഇട്ട് കൊടുത്ത് ഒരു 2-3 മിനിറ്റ് നമ്മൾ ഇതിനകത്തൊന്ന് കുക്ക് ചെയ്തെടുക്കണം. ഒന്ന് കുക്കായതിനു ശേഷം നമ്മളതിനെ ഒന്ന് കോരി ഒരു അരിപ്പക്കയിലകത്ത് വെള്ളം ആറാൻ വേണ്ടി മാറ്റി വെക്കുക. അപ്പോൾ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളുടെ ലൈക്കുകൾ പ്രതീക്ഷിക്കുന്നു. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻസിലൂടെ അറിയിക്കുക. അതുപോലെ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തുക, ഒന്ന് ബെൽ ബട്ടണും കൂടെ ക്ലിക്ക് ചെയ്തേക്കുക. അപ്പോൾ നമ്മുടെ കോളിഫ്ലവറൊക്കെ അരിപ്പക്കയിലകത്തോട്ട് മാറ്റി വിട്ടിട്ടുണ്ട്. അതൊന്ന് വെള്ളാറി വരട്ടെ. അപ്പോഴത്തേക്കും നമുക്കിതിനുള്ള മസാലകൾ തയ്യാറാക്കേണ്ടതുണ്ട്. ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടീസ്പൂൺ മുളക് പൊടി, അല്പം ഉപ്പും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഉപ്പ് നമ്മൾ ആദ്യം വെള്ളത്തിൽ കുറച്ച് ഇട്ട് കൊടുത്തുകൊണ്ട് അതിനനുസരിച്ച് വേണം രണ്ടാമത് നമ്മൾ ഉപ്പിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട്. പിന്നീട് ഒരു 4 ടേബിൾ സ്പൂൺ കടലപ്പൊടിയും ഒരു 4 ടേബിൾ സ്പൂൺ കോൺഫ്ലവറും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അല്പം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടി ഇട്ട് കൊടുക്കുക. ഇതിനെ ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇതൊന്ന് നന്നായിട്ട് മിക്സ് ആയതിനു ശേഷം നമ്മൾ ഇതിലേക്ക് അല്പം വെള്ളം ഒഴിച്ചിട്ട് വേണം ഇതൊന്ന് മസാല ലൂസാക്കി എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഒരുപാട് വെള്ളം ആദ്യം തന്നെ എടുത്തൊഴിച്ചേക്കരുത്. ലാസ്റ്റ് നമുക്ക് ഇതിലേക്ക് ഒരു മുട്ട കൂടി ഒഴിക്കേണ്ടതുണ്ട്. അപ്പോൾ അതിനനുസരിച്ച് വെള്ളം കുറച്ചിട്ട് വേണം നമ്മളെ ഈ മസാല റെഡിയാക്കാൻ വേണ്ടിയിട്ട്. അപ്പം നമ്മളെ മസാലയൊക്കെ ഒന്ന് റെഡി ആയതിനു ശേഷം നമ്മളിതിലേക്ക് നമ്മളുടെ കോളിഫ്ലവറും കൂടെ ഇട്ട് കൊടുക്കുക. അപ്പോൾ നമ്മൾ കോളിഫ്ലവർ ഇട്ട് കൊടുത്ത് ഒന്ന് നന്നായിട്ട് ഈ മസാലയൊക്കെ ഒന്ന് പിടിച്ച് വരുന്നത് വരെ ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ നമ്മുടെ മസാലയൊക്കെ ഒന്ന് നന്നായിട്ട് ഇതിനകത്ത് പിടിച്ച് വന്നിട്ടുണ്ട്. അതിലേക്ക് ഒരു മുട്ട കൂടി ഒഴിക്കുക. അപ്പോൾ ആ മുട്ട കൂടി ഒഴിച്ചു കൊടുത്ത് വീണ്ടും ഇതിനെ ഒന്നുകൂടി നന്നായിട്ട് മിക്സ് ചെയ്ത് എടുക്കുക. അപ്പം നന്നായിട്ട് മസാലയൊക്കെ പിടിച്ച് റെഡി ആയിട്ടുണ്ട്. പിന്നീട് നമ്മൾ ഇതിലേക്ക് എയർ ഫ്രയർ എടുക്കുക. അതിലേക്ക് നമ്മളുടെ മസാല പുരട്ടി വെച്ച കോളിഫ്ലവർ ഇട്ട് കൊടുക്കുക. അപ്പം നമ്മൾ ഇതെല്ലാം കൂടി ഒന്നിച്ചങ്ങ് തട്ടിയാക്കരുത്. നമ്മളൊരു സ്പൂൺ വെച്ച് നമ്മൾ ഇതിനെ ഓരോന്നോരോന്നായിട്ട് കോരിയിട്ട് കൊടുക്കുക. അപ്പം കുറച്ച് ഗ്യാപ്പ് ഇട്ടിട്ട് വേണം ചെയ്ത് കൊടുക്കാൻ വേണ്ടി, ഇല്ല എല്ലാം കൂടി അങ്ങ് ഒട്ടിപ്പിടിച്ചിട്ട് പോകും. അപ്പം ഇതെല്ലാം കൂടി വെച്ച് കൊടുത്തിട്ടുണ്ട്. അത് തന്നെ എയർ ഫ്രയറിലേക്ക് എടുത്ത് വെച്ച് ഒരു 150 ഡിഗ്രി സെൽഷ്യസിൽ ഒരു 15 മിനിറ്റ് വെച്ചാൽ മാത്രം മതി. അപ്പോഴത്തേക്കും നമ്മുടെ കോളിഫ്ലവർ ഫ്രൈ ഒക്കെ ഒന്ന് റെഡിയായി വരും. അപ്പോൾ ഒരു ഭാഗം ആയിട്ടുണ്ട്. അപ്പം നമ്മൾ അതിനെ ഒന്ന് തിരിച്ചിട്ടിട്ട് വീണ്ടും അതേപോലെ തന്നെ 150 ഡിഗ്രി സെൽഷ്യസിൽ നമ്മളൊരു 15 മിനിറ്റ് കൂടെ വീണ്ടും കൂടെ വെക്കുക. അപ്പം നമ്മളുടെ കോളിഫ്ലവർ ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെയധികം ടേസ്റ്റിയാണ്, അതുപോലെ തയ്യാറാക്കാനും സിമ്പിളാണ്. പിന്നീട് നമ്മൾ ഇതിന് പ്ലേറ്റിലേക്ക് സെർവ് ചെയ്യാം. അതിന് പുറത്ത് കുറച്ച് കറിവേപ്പൊക്കെ ഇട്ട് ഒന്ന് ഡെക്കറേറ്റ് ചെയ്യുക. അപ്പം എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കുക, ഫീഡ്ബാക്ക് അറിയിക്കുക. ഗുഡ് ബൈ.